ഈ നിലവിലെ പ്രീഡിഗ്രി ഗ്രൂപ്പ് തുടങ്ങി. അന്ന് തുടങ്ങുമ്പോൾ എ ബാച്ച് മാത്രം നമ്മൾ വളരെ റിജിഡായിട്ട് ആലോചിച്ചു. ചെറിയ ഫാമിലി, സ്മോൾ ഫാമിലി, ഗുഡ് ഫാമിലി, അല്ലെങ്കിൽ ചെറിയ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ തേടി മെയ് 15-ന് 2022 മെയ് 15-ന് ആദ്യത്തെ ഒരു സംഘം എന്ന രീതിയിൽ ഒരു സംഗതി നമ്മൾ നടത്തി. ആൾക്കാരെ ഒക്കെ നിർബന്ധിച്ചിട്ടാണ് ഒരു 17 പേര് വന്നു. അന്ന് ക്ലാസ്സിന് പുറമെ ഉണ്ടായിരുന്ന ഒരാൾ സത്യനാരായണൻ വന്നത് ഇവിടെ ലോക്കൽ കോൺടാക്ട് സൗകര്യം ഉണ്ടാകും. സെക്കൻഡ് ബാച്ചിൽ പഠിച്ചാണ് സത്യനാരായണൻ. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമമാണ്. കാരണം ഒരു പേര് പറയില്ല, കോളേജിൽ നിന്ന് ഒരു ലിസ്റ്റ് സംഘടിപ്പിച്ചു. ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വയ്ക്കുകയാണ് നമ്മൾ. 4 പതിറ്റാണ്ടിന് ശേഷമുള്ള ഒത്തുചേരൽ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിക്കുന്നു. നിങ്ങളെല്ലാം പോലെ വളരെ ആകാംക്ഷയോടെയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. 1979-81 കാലത്ത് ഒന്നിച്ച് പഠിച്ചവർ ഇന്ന് നാടിന്റെ നാനാഭാഗമായി ചിതറി പരന്നു കിടക്കുന്നു. നമ്മളെ ഒരു കൊടുക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചവർ, സുഹൃതം @79 എന്ന നമ്മുടെ കൂട്ടായ്മ എല്ലാം അപൂർവമായ വളരെ വ്യത്യസ്തമായ അനുഭവമായി നമ്മുടെ മുന്നിലുണ്ട്. ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ കൂട്ടുകാരെയും അധ്യാപകരെയും അനുസ്മരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ആദരണീയനായ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ, സ്വാഗത ഭാഷകൻ ഡോക്ടർ രാജൻ, ഇവിടെ ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ രമേശ്, സ്വാഗത ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹപാഠികൾ, അതുപോലെ നമ്മുടെ വൈസ് ചെയർമാൻ സുഹാസിനി, കൃഷ്ണ അപ്പൻ, ജോയിന്റ് സെക്രട്ടറി പത്മനാഭൻ, എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠികൾ. ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു നഴ്സറി സ്കൂൾ വാർഷികമാണ്. അപ്പൻ ചിലപ്പോൾ വളരെ ബോധപൂർവം ചെയ്തു വെച്ച പണിയാണ്. ഇതൊരു നഴ്സറി സ്കൂളിൻ്റെ കലോത്സവത്തിൻ്റെ ഒരു ഉപഭാഗത്തിലുണ്ട്. ഒരു പക്ഷേ സീനിയർ സിറ്റിസൺസിൻ്റെ നഴ്സറിയിലാണ് നമ്മളാക്കിയിട്ടുള്ളത്. സീനിയർ സിറ്റിസൺസിൻ്റെ നഴ്സറിയിലാണ് ഞാൻ നിങ്ങളുള്ളത്. ഒരുപാട് പഴക്കം പാച്ചിലുകൾ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ, ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകും. പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹപാഠിയെ പോയി കാണാം അല്ലേ? ഞാൻ അടുത്ത ഗുജറാത്തിൽ പോയി, പോർബന്തറിൽ. അതിന് പോർബന്തറാണ്, പക്ഷെ അതാണ് സുധാമാപുരി. ആ പോർബന്തറിലാണ് കുചേലൻ ജനിച്ചത്. അവിടെ 110 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ദ്വാരകയിൽ കൃഷ്ണൻ കാണാൻ പോകുന്നത്. ഞാൻ കഥയിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സ്നേഹം, സൗഹൃദം, ഇതാണ് ഹാപ്പിനെസ് ഹോർമോൺ ഉത്പാദിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് തിരിച്ചറിയാം. രമേശനെ വിളിക്കുമ്പോൾ നല്ലൊരു കാര്യം പ്രസംഗം വേണ്ടാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ സമയം അധികം ഞാൻ കടന്നു വെക്കില്ല. അതായത് ഇത്തരത്തിൽ ഒരു സംഗമം നടത്തിയതിന് നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഒരു തുടക്കമിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കാരണം ഇങ്ങനെ ആൾക്കാരെ 81-ൽ പാസ്ഔട്ടായ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. കോളേജിൽ വന്ന് അഡ്രസ്സ് എടുത്തു, പക്ഷേ ഈ അഡ്രസ്സിൽ പലപ്പോഴും വീട്ടുപേര് പോലും ഇല്ല. ഞാൻ പല പഴയ അഡ്രസ്സുകളൊക്കെ നോക്കിയത് കുറേ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആളുടെ പേരും സ്ഥലത്തിൻ്റെ പേരും പോസ്റ്റും മാത്രമാണ് ഉണ്ടാവും. വീട്ടുപേര് പോലും ഇല്ലാത്ത അഡ്രസ്സുകൾ ഒരുപാടുണ്ട്. അവർ ആ സ്ഥലത്ത് ഇപ്പോൾ താമസം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പം അങ്ങനെ അന്വേഷിച്ചു പോയാൽ കിട്ടില്ല എന്നുള്ളതാണ്. വളരെ യാദൃശ്ചികമായി കൊന്നക്കാട് നാളെ കണ്ടെത്തിയ പോലെയുള്ള യാദൃശ്ചികത കുറേ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്താൻ പറ്റൂ. അത് ഈ 45 വർഷത്തിന് ശേഷം എന്നുള്ളത് ആ അർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സംഘാടനം എന്നുള്ളതിൻ്റെ വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. വാക്കും നിങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം കുറക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമാകാൻ ഞാൻ എൻ്റെ സംഘാടകരോട് എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കോളേജിന്റെ സാഹചര്യം നമുക്കറിയാം, ചിലപ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ ഞാൻ സുഹാസിനി, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ബെഞ്ചിലാണ്. ഇപ്പൊ അതുപോലെ രമേശ് പറഞ്ഞ പോലെ പിന്നെ കാറ്റാടിക്കടൽ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമ്മൾ
2016 നമ്മളെ ഫസ്റ്റ് ബാച്ചിലെ പിന്നെ വേണുഗോപാൽ പിന്നെ കുറച്ചൊരു പിന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ചിരുന്നു. അതിലൊരു 50ഓളം പേര് മെമ്പർമാരായിട്ടുണ്ടായിരുന്നു. ആ 50 പേരുടെ ഗ്രൂപ്പ് കാറ്റാടിക്കടൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഇതുപോലെ സംഘങ്ങൾ നമ്മൾ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു, പിന്നെ കൂടുതൽ മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല. എങ്കിലും അത്യാവശ്യം വാട്സപ്പിലൂടെയുള്ള മെസ്സേജുകൾ ഓരോ ആ ഗ്രൂപ്പിലുള്ളവരുടെ കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ള നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പത്മനാഭൻ കാനായി. ഇങ്ങനെയൊരു സംഗമത്തിന് കാരണഭൂതനായ ശ്രീ രാജേന്ദ്രൻ പി സരോജ് കൊടുത്തുകൊണ്ട് തുടങ്ങുന്നു. പത്മനാഭൻ കാനായി എന്ന് ഉപയോഗിക്കുന്നത് ഞാൻ അത്യാവശ്യം എഴുതുന്നതുകൊണ്ടാണ്. കുറച്ച് എഴുതും, കുറച്ച് പാടും. പത്മനാഭൻ പി കെ കാനായി എന്ന രീതിയിലായിരുന്നു എഴുതിയിരുന്നത്. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ചെറുകഥകൾ എഴുതാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ബഹുമാനായ ടി എ മധുസൂദനൻ MLA ആണെന്ന് പറഞ്ഞത് ഈ പത്മനാഭൻ കാനായി എന്ന പേരിൽ എഴുതുന്നത്. അതിനുശേഷമാണ് ഞാൻ പത്മനാഭൻ കാനായി എന്ന രീതിയിൽ എഴുതുന്നത്. ഒരു ചെറുകഥാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തേത് ഇപ്പോൾ പുറത്തിറങ്ങാൻ ആയിട്ടുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. പേരൊക്കെ വെച്ചിട്ടാണ് മനസ്സിലായി. എന്നെ അറിയുന്നുണ്ടാവുന്ന പക്ഷേ അന്ന് സതീദേവി സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് റോഡ് തേർഡ് ബാച്ചില് ഫസ്റ്റ് ബെഞ്ചിൽ ആദ്യം ആള്, സെക്കൻഡ് ഇയർ ലാസ്റ്റ് ബെഞ്ചിന്റെ ലാസ്റ്റായി. കാരണം ആള് ചെറുതായിരുന്നു വന്ന്. പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ ലാസ്റ്റായി. പ്രീ ഡിഗ്രി ഒരു വർഷം ഫിസിക്സ് എന്താണെന്ന് അറിയുന്നുണ്ടായില്ല. പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഫിസിക്സിലേക്ക് പോയി. ഒരു വർഷം പോയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ട്യൂഷന് പോയപ്പോഴാണ് ഫിസിക്സ് എന്താണെന്നുള്ളത് മനസ്സിലായത്. ഫിസിക്സ് നടന്നിരിക്കുമ്പോൾ 2 മാർക്ക് കിട്ടി. അത് പിന്നെ സബ്ജക്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. പരീക്ഷയുടെ ദിവസം ഉച്ചക്ക് 12 മണി വെച്ചാൽ റെക്കോർഡോ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റാണ്. എന്താ പറയാ, ഇങ്ങോട്ടും സംസാരിക്കുന്ന ദിവസങ്ങളിൽ